ഞാൻ ഓതി വെച്ച ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നമുക്കറിയാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്ക വിജയത്തിന്റെ സമയത്ത് അവതരിപ്പിച്ചു കൊടുത്ത ഖുർആൻ ആയത്തുകളാണിത്. നമുക്കറിയാം ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹിന്റെ സഹായം കിട്ടിയാൽ, വിജയം ഉണ്ടായാൽ, ആൾക്കാർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാൽ അങ്ങ് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തി മടങ്ങുകയും ചെയ്യുക. ഈ ആയത്ത് ഓതിയിട്ട് ഒരിക്കൽ സഹാബിമാരോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സൂറത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? അപ്പൊ എല്ലാവരും പറഞ്ഞു, അതെന്താ, മക്ക വിജയം ഉണ്ടായപ്പോൾ അതിന് നന്ദി കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതല്ലേ ആ സൂറത്തിന്റെ അർത്ഥം. അപ്പൊ ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതല്ല, യഥാർത്ഥത്തിൽ ആ ആയത്തുകളിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ, ഇതാ വിജയം സംഭവിച്ചിരിക്കുന്നു, ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് മരിക്കാറായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങയുടെ ജീവിതം അവസാനിക്കാറായിരിക്കുന്നു, അങ്ങ് ഇതാ ഇഹലോകത്തോട് വിട പറയാൻ പോകുന്നു, ആ വിട പറയാൻ ഉള്ള സമയമായി അങ്ങേക്ക്. അതുകൊണ്ട് അങ്ങ് തസ്ബീഹ് വർദ്ധിപ്പിക്കുക, അങ്ങ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ആ തസ്ബീഹും ഇസ്തിഗ്ഫാറും പരമാവധി വർദ്ധിപ്പിച്ച് അതുമായി അങ്ങ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക എന്നാണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതെ, അതാണ് യഥാർത്ഥത്തിൽ ആ സൂറത്തിന്റെ ഉദ്ദേശം. നമ്മൾക്ക് ഹദീസുകൾ കാണാൻ പറ്റും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമസ്കാരത്തിൽ, സുജൂദിൽ പ്രത്യേകിച്ചും ഈ ദിക്ർ പ്രവാചകൻ പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗശയ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിക്ർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ചോൻ പറഞ്ഞത് അതാണ്, മരിക്കാനായി, ജീവിതം തീരാറായി, അതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങ് ഇത് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ പറഞ്ഞ് അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു.